ആനകളുടെ പുറത്ത് കയറി ട്രാവൽ ചെയ്യുന്ന ഫിഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ സവാനസിൽ നല്ല മഴ കിട്ടുന്നതും പക്ഷേ വേനലാകുന്ന സമയത്ത് ആ വെള്ളമെല്ലാം വറ്റി വരണ്ട ഒരു അവസ്ഥയിലെത്തുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ അവിടെ ജീവിക്കുന്ന ഫിഷ് ഒക്കെ എന്ത് ചെയ്യും? ഓരോ ഫിഷിനും ഓരോ അഡാപ്റ്റേഷൻസ് ആണുള്ളത്. ആൻഡ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കില്ലി ഫിഷിനെ പറ്റിയിട്ടാണ്. കില്ലി ഫിഷ് എഗ്സ് ഹാച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ വളർന്നു വലുതായി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗാനിസം ആണ്. പക്ഷെ എഗ്സ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ഹാച്ച് ചെയ്യുന്നില്ല. അതൊരു ഡോർമൻ സിറ്റുവേഷനിലേക്ക് കടന്നു പോകും. അപ്പോഴേക്കും അവിടെയുള്ള വെള്ളം എല്ലാം വറ്റി അതൊരു മഡി കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ വരവ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് കുറച്ചുകൂടി സയന്റിഫിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലെല്ലാം നമ്മുടെ കുട്ടികൾക്കോ റിലേറ്റീവ്സിനോ ട്യൂഷൻ എടുത്താലോ ജാക്ക് അക്കാഡമിയിൽ നമുക്ക് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ ആനകളുടെ വരവ്, ആനകള് ഈ മഡ് ആണെങ്കിൽ ഒരു സൺസ്ക്രീൻ പോലെ ശരീരത്തിന് ആകെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഈ ചെളിയിനകത്തുള്ള എഗ്സ് ആനകളുടെ ശരീരത്തിലേക്ക് അറ്റാച്ച് ചെയ്യുകയും അത് അവിടെ ഡോർമെന്റ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. ആനകൾ ദൂരേക്ക് പോകുമ്പോൾ ഒരു നെക്സ്റ്റ് വാട്ടർ ബോഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് മഴയോ വരുന്ന സമയത്ത് ഈ എഗ്സ് ശരീരത്തിനകത്ത് ഡിറ്റാച്ച് ചെയ്യുകയും അങ്ങനെ അത് ഹാച്ച് ചെയ്ത് നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഫോളോ ഫോർ മോർ സയന്റിഫിക് വീഡിയോസ്.